ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ പൊന്നൂസില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ അനിയനും കൂടിയുണ്ട്. അപ്പോൾ അനിയൻ ഇന്ന് ബാംഗ്ലൂരിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ പോവാണ്. അവന് കോളേജിൽ അഡ്മിഷൻ എടുക്കാനാണ്, കൃപാനിധി കോളേജിൽ. സോ അതിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ രാത്രിയാണ് ഞങ്ങളെ ബസ്. അതിനുള്ള ലഗേജ് എല്ലാം പാക്ക് ചെയ്തു. നമുക്ക് ഒരു ദിവസത്തേക്കുള്ള കാര്യങ്ങൾ എടുത്തു, പേഴ്സൊക്കെ എടുത്തു. ആ ഉള്ളിൽ പൈസ ഒക്കെ ഉണ്ടോ നോക്കണം. ഇതെനിക്ക് പൊന്നൂസ് ഗിഫ്റ്റ് തന്ന പേഴ്സാണ്. ആങ്കറൊക്കെ ഉണ്ട് ഇതിൽ, പേര് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് കാർ എന്തായാലും എടുക്കുന്നില്ല. കാർ എടുത്തു കഴിഞ്ഞാൽ നടക്കൂല, കാരണം ബാംഗ്ലൂർ ഇത്രയും ദൂരത്ത് പോകണ്ടല്ലേ. അപ്പോൾ നമുക്ക് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. സോ മാമൻ ഇന്ന് കൂട്ടാൻ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാമന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ മാമൻ വന്നു. മാമൻ വന്ന പാടനെ നമ്മൾ ബസ് കയറി നേരെ കണ്ണൂരിലേക്ക് പോയി. അപ്പോൾ കണ്ണൂര് കാൾടെക്സിൽ വെച്ചാണ് ബസ് വരുന്നത്. സോ അവിടെയാണ് നോർമലി രാത്രി സ്റ്റേ ചെയ്യുക ബസ്സെല്ലാം. നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ രാത്രിത്തെ വ്യൂ ഒക്കെ കണ്ട്, പക്ഷെ റോഡൊക്കെ വളരെ പോക്കാണ് കേട്ടോ. നാടാണെങ്കിൽ നമുക്കറിയാലോ നാട്ടിലെ അവസ്ഥയെല്ലാം. അപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തുമ്പോൾ മാത്രമേ കുറച്ച് ഒരു ഇതുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറേ ബസ്സുകളൊക്കെ സൈഡിൽ അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. സിറ്റിയൊക്കെ രാത്രി കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ. അപ്പോൾ ചെറിയ ഒരു ചാറ്റൽ മഴയുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഇതൊക്കെ ആസ്വദിച്ച്, ലൈറ്റ്സൊക്കെ ആസ്വദിച്ചിട്ട് അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേയേറെ ഇതുപോലെ കൽപ്പക ട്രാവൽസ്, അശോക ട്രാവൽസ്, പിന്നെ കുറേ ബസ്സുകൾ ഇവിടെ നിർത്തി വെച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോഴെല്ലാം നിർത്തി വെക്കുന്നുണ്ട്. ഇതാ നമ്മൾ പോകേണ്ട ബസ് അശോക ട്രാവൽസിൻ്റെ ബസ്സാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ബസ്സിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാം. കറക്റ്റ് ടൈമിന് തന്നെ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് 2+2 എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് സീറ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ബെഡാക്കി മാറ്റാനും പറ്റും. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ രാവിലെ എത്തി. അപ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ എല്ലാം കടന്നുറങ്ങി. പിന്നെ രാവിലെ പുലർച്ചയാകുമ്പോഴത്തേക്ക് 5 മണിക്ക് എത്തി. റൂമൊക്കെ നമ്മൾ എടുത്തു, കാരണം ഒന്ന് വാഷ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് ഫ്രഷപ്പ് എല്ലാം ആകാൻ വേണ്ടിയിട്ടും. സോ നമ്മൾ 2 റൂമായിട്ട് എടുത്തത്. നമ്മൾ 3 പേരുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അനിയൻ. അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. 3 പേരായിട്ടാണ് അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഫ്രഷപ്പ് എല്ലാം ആയി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മോശമില്ല, നമ്മൾ ഓയോൻ്റെ ഇതിൽ വരുന്ന ഒരു ഹോട്ടലാണിത്. അപ്പോൾ എല്ലാ CCTV ഫുട്ടേജും കാര്യങ്ങളും എല്ലാം ഉണ്ട്, സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2 റൂമിന് 500 രൂപയായിട്ടാണ് എടുത്തത്. അപ്പോൾ 2 റൂമായിട്ട് എടുക്കുമ്പോൾ 1000 രൂപയാണ് നമുക്ക് വന്നത്. സോ നല്ല സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ഹോട്ടലായിരുന്നു. പിന്നെ അതിന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരു നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല പ്രകൃതി രമണീയമായ ഇതെല്ലാം ഉള്ള ഒരു റോഡാണ്. അവിടെ നിന്ന് ഈ കാണുന്ന തട്ടുകട മീൻസ് ഒരു നോർമലായിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്ന് കുറേ പേരെല്ലാം കഴിക്കുന്നുണ്ട്. ഓർഡർ ചെയ്ത് ഞങ്ങൾ കുറച്ച് പേര് മസാല ദോശയും നെയ് റോസ്റ്റും പിന്നെ ഇഡ്ഡലിയും വടയും ഇതൊക്കെ അടിച്ചു പൊളിച്ചു. എന്നിട്ട് ഊബർ പിടിച്ച് നമ്മൾ നേരെ കൃപാനിധി കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു SUV ആണ് നമ്മൾ പിടിച്ചത്. അയാളാണെങ്കിൽ ഒരു 1.5 പോക്കാണ് പോയത്. അപ്പോൾ ഇതാണ് ഈ കാണുന്ന SUV വണ്ടി. അപ്പോൾ അങ്ങനെ കൃപാനിധി കോളേജിലേക്ക് എത്തി. നല്ലൊരു കോളേജ് തന്നെയാണ്, പക്ഷേ കുറച്ച് ഉള്ളോട്ടാന്നേ ഉള്ളൂ. കോളേജിൽ മറ്റുള്ള സെക്യൂരിറ്റി സിസ്റ്റവും പിന്നെന്ന് പറഞ്ഞാൽ ടാഗൊക്കെ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് എൻട്രി ചെയ്യാണ്. നമ്മൾ എൻട്രി ചെയ്തപ്പോഴാണ് നമുക്കൊരു ഫോം തന്നു. അതിൽ ഫില്ലപ്പ് എല്ലാം ചെയ്യണം, കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഫോം കാണിച്ചാൽ മാത്രമേ നമുക്ക് എക്സിറ്റ് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് മാത്രമാണ് ഈ പേപ്പർ തരുന്നത്. അങ്ങനെ കൃപാനിധി കോളേജിലേക്ക് നമ്മൾ അകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു കോളേജാണ് കേട്ടോ. അതായത് നല്ലൊരു നാച്ചുറൽ ഒരു ടച്ചുള്ള ഒരു കോളേജ്, നല്ല എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോളേജ്. അപ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം കോളേജിൻ്റെ സൈഡിൽ തന്നെയായിട്ട് മൊത്തം ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഫുള്ള് ഗ്രീനിഷാണ് കാണുന്നത്. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ലൊക്കേഷൻസും കാര്യങ്ങളും വേയും എല്ലാം അതിലുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് പുതിയതായിട്ട് വരുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരിക്കും. പിന്നെ അങ്ങനെ നമ്മൾ അവിടത്തേക്ക് കോളേജിലേക്ക് അകത്തേക്ക് പോകുമ്പോൾ ഈ കാണുന്ന ഈ ഗ്രീനിഷൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഉള്ള ഒരു ഓഡിറ്റോറിയം ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് അവർ നല്ലൊരു ഓഡിറ്റോറിയം തന്നെയാണ്. അവിടെയാണ് നമുക്ക് അകത്ത് കയറേണ്ടത്. ആ ഓഡിറ്റോറിയത്തിലാണ് മറ്റുള്ള മീറ്റിങ്സും കാര്യങ്ങളും, എങ്ങനെയാണ് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതും
ഫീസ് അടക്കേണ്ടതും എല്ലാ കാര്യങ്ങളും അപ്പോൾ അകത്തു നിന്നാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും ഓൾറെഡി കുറേ പേരൻസും അവരുടെ ഗാർഡിയൻസും പിന്നെ സ്റ്റുഡൻസും എല്ലാം എത്തിക്കഴിഞ്ഞു. പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അവിടെ ഓൾറെഡി വലിയൊരു ക്യൂ തന്നെയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്കുള്ള ഒരു സെക്ഷൻ. കാരണം എന്ന് പറഞ്ഞാൽ വലിയ ക്യൂ ആയിട്ട് പുറത്തും ആൾക്കാരുണ്ട്, അകത്തും ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ഇരുന്നിരുന്ന് മുഷിയും. ഓരോരുത്തരായിട്ട് മാത്രമേ അകത്ത് എൻട്രി ചെയ്യത്തുള്ളൂ. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ കുറേ വർത്താനം അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ആയി. കാരണം എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ഊബറിന് നമ്മൾ ഓൾറെഡി കൊടുത്തു. അപ്പോൾ ഊബർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഊബറിൽ പോയിട്ട് പിന്നെ പി ജിയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പി ജിൻ്റെ അവിടെ എത്തി. അപ്പോൾ പുതിയൊരു അക്കോമഡേഷൻ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പി ജി 3 പേരായിട്ടുള്ള അവർ 3 സ്റ്റുഡൻസ് അല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പി ജി ഒക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് വണ്ടി പിടിച്ചു. നേരെ ഊബർ പിടിച്ച് നേരെ നമ്മൾ റിട്ടേൺ നാട്ടിലേക്ക് ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ സിറ്റിയിലേക്ക് കൂടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നല്ല പോലെ ദൂരമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ നല്ല പോലെ തളർന്നു. കാരണം പി ജിക്ക് തന്നെ കണ്ടമാനം ടൈം എടുത്തു. അപ്പോൾ പി ജി കണ്ടുപിടിക്കുമ്പോഴേക്കും വലിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ സ്റ്റേഷൻ്റെ അടുക്ക് എത്തി ഒരു നല്ലൊരു ഹോട്ടൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറി. ഇവിടെ നിന്ന് ഒരു ബിരിയാണിയും എല്ലാവരും കൂടി കഴിച്ചതിന് ശേഷമാണ് അറിയുന്നത് അതൊരു ബിരിയാണിയല്ല, അതൊരു കഞ്ഞിയാണെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ ആണ് അവൻ തന്നത്. അപ്പോൾ ബിരിയാണി അല്ലായിരുന്നു, ഇതായിരുന്നു ആ ഹോട്ടൽ. അപ്പോൾ ഗൈസ്, ഒരിക്കലും ഈ ഹോട്ടലിൽ പോയിട്ട് മലയാളി ഫുഡ് എന്ന് പോയിട്ട് കഴിച്ചേക്കരുത്. കാരണം വളരെ വളരെ മോശം ഫുഡാണ് ഇവിടെ തരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. അങ്ങനെ ഞാൻ മടിവാള സ്റ്റേഷനിലെത്തി. മടിവാള ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ സമയം നിന്നു. 11:30 നമ്മൾ രാത്രി ലാസ്റ്റ് ബസ്. സോ നമ്മൾ അവിടെ ബസ് എത്തിക്കഴിഞ്ഞു. കാണുന്നത് മടിവാളയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ മോശമില്ലാത്ത ഒരു പഴയ ബസ്, സ്ലീപ്പർ കോച്ച്. പക്ഷേ കഷ്ടപ്പെട്ടിട്ട് കടന്നിട്ട് എങ്ങനെയൊക്കെയോ അങ്ങനെ നാട്ടിലേക്ക് എത്താറായി. അങ്ങനെ നാട്ടിലെത്തി. അവിടുന്ന് സ്റ്റേഷനിൽ തന്നെ അവിടുന്ന് ഒരു വണ്ടി പിടിച്ചു, ഓട്ടോ പിടിച്ചു, നേരെ നാട്ടിലേക്ക് പോയി. പക്ഷെ 1.5 കുലുക്കായിരുന്നു. അങ്ങനെ അപ്പോഴാണ് താഴെ നോക്കുമ്പോഴാണ് കാണുന്നത് ഇതാണ് അവസ്ഥ. നമ്മുടെ നാട്ടിലെ റോഡ് ഇതൊന്നും ഒരിക്കലും മാറാനും പോകുന്നില്ല. പിന്നെ മീറ്റർ ചാർജ് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മീറ്റർ എത്രയാണെന്നറിയില്ല. അതിനിടയ്ക്ക് നല്ല പോലെ മഴയും പെയ്തു. അങ്ങനെ വീടെത്താറായി. അപ്പോൾ നോക്കുമ്പോൾ പൊന്നൂസിൻ്റെ വീടെത്തി. അപ്പോൾ ഇതാണ് പൊന്നൂസിൻ്റെ വീട്. ഇവിടെ നിന്ന് ഞാനിങ്ങനെ എത്തി നോക്കി. അങ്ങനെ നേരെ വീട്ടിലെത്തി. പക്ഷെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു.